അല്ല, അത് സർക്കാരാണല്ലോ നോക്കേണ്ടത്. ഇലക്ഷൻ കമ്മീഷനാണ് ഇതിൻ്റെ ആധികാരികതയുള്ളത്, സർക്കാരല്ലല്ലോ. സർക്കാരിന് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും. പക്ഷേ ഈ കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷന് പരിപൂർണ്ണ ഉത്തരവാദിത്വം. ഇലക്ഷൻ കമ്മീഷന് പിന്നെ അവർക്ക് സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് അപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ അതിപ്പോൾ ഗവൺമെൻറ് ആവശ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ ഇവിടെ പഞ്ചായത്ത് ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരം ഒരു സന്ദർഭത്തിൽ ഒന്നാമത് സമയം കിട്ടാത്ത പ്രശ്നമാണ്. ഇപ്പോൾ ബീഹാറിലൊക്കെ സംഭവിച്ചതാണ്. SIRൻ്റെ പേരിൽ അതിൽ പൂരിപ്പിച്ചു കൊടുക്കാനും അതിലേക്ക് രേഖകൾ ഉണ്ടാക്കി കൊടുക്കാനൊന്നും ജനങ്ങൾക്ക് സമയം കിട്ടിയിട്ടില്ല. ആ ഒരു പ്രശ്നം കൊണ്ട് ഒരുപാട് അവരുടെ വോട്ട് തള്ളപ്പെട്ടു. ഈ ഒരു സാഹചര്യം കേരളത്തിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് മതി SIR എന്നുള്ള ആവശ്യം എല്ലാ പ്രതിപക്ഷ കക്ഷികളും അത് ഉന്നയിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് വേണ്ടത്. BJPയുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാത്തത് മൂലം ഒരാൾ ഇന്നലെ ആത്മഹത്യ ചെയ്തു. ഇന്നിപ്പം ഒരു സ്ത്രീ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഇതൊക്കെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുന്നണികൾക്കുള്ളിൽ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ പേരിൽ ആത്മഹത്യയിലേക്ക് അടക്കം കേരളത്തിലാണ് നടക്കുന്നത്. അതൊക്കെ അനുചിതമാണോ? അതിപ്പോൾ ഞാനിപ്പോൾ അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം പറയാനാണ്. പാർട്ടികളൊക്കെ തന്നെ അവരുടെ പ്രവർത്തകന്മാരുടെ മാനസിക നില കൂടി പരിശോധിക്കേണ്ടതുണ്ട്, എന്നാലേ ശരിയാവുള്ളൂ. തങ്ങൾ തന്നെ ഈ വെൽഫെയർ പാർട്ടിയുമായിട്ട് ബന്ധമില്ല, മുന്നണിയിലില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ മുക്കം നഗരസഭയിലടക്കം ചില സ്ഥലങ്ങളിലൊക്കെ വെൽഫെയർ പാർട്ടിയുമായിട്ട് ധാരണയുണ്ട്, അവരുടെ വോട്ടുകളായിട്ട് മുന്നോട്ട് പോകുമെന്നൊക്കെയാണ്. തൃത്തല പഞ്ചായത്തിലേക്കൊക്കെ ആകുമ്പോൾ പിന്നെ സ്ഥാനാർത്ഥികളെ നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വോട്ട് ചെയ്യും. അതൊക്കെ സ്വാഭാവികമാണ്.